Good morning, dear friends. Welcome to the class. Hope you all are fine and safe. Let's unravel the mysteries of the origin of tragedy in Greece, or the ancient drama. We are moving on with Aristotle. In the last class, we had seen the origin of tragedy. Tragedy, the word, its origin, it means goat song. So during the festival of Dionysius, they had sacrificed goats as well as they had sung songs praising this deity or worshipping Dionysius. And in that time, they had used two kinds of song. One is regarding hymns or as well as panegyrics, that is praises of famous men, as well as pleasure-giving songs or phallus songs. And the last class we had seen from these hymns there came epic, and from epic there emerged tragedy. From the phallus songs sung during the festival of Dionysius, there came satires, and later these satires turned into comedy. So we can see the origin of tragedy is from epic, which came from hymns or panegyrics, whereas the origin of comedy, it came from satire, which originated from the phallus song sung during the festival of Dionysius. So the god of literature or god of art or god of wine, poetry, pleasure, everything, both these aspects, tragedy as well as comedy, it is rotated around the worshipping of, or we could say it hung around the festival of Dionysius, the Greek god of fertility as well as pleasure. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒറിജിൻ ആണ് കണ്ടതെങ്കിൽ ഈ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. Again, we are emphasizing on tragedy because as we mentioned earlier, Aristotle had devoted 14 chapters completely to tragedy. He had graded tragedy as superior than any other art form. Tragedy, which is a stream or which is a branch of poetry itself. കവിതയുടെ ഒരു ഭാഗം തന്നെയാണ്, ശാഖ തന്നെയാണ് ട്രാജഡി എന്ന് പറയുന്നത്. ട്രാജഡി, വാട്ട് ഇസ് മെൻ ബൈ ട്രാജഡി? നമ്മൾ പറയാറില്ലേ ഭയങ്കര ട്രാജഡി ആയിപ്പോയി. വാട്ട് ഇസ് മെൻ ബൈ ദാറ്റ്? സംതിങ് വിച്ച് ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് അൺഹാപ്പി എൻഡിങ്. വി കോൾ ഇറ്റ് ആസ് എ ട്രാജഡി. ട്രാജഡിയുടെ എൻഡിങ് ഒരിക്കലും ഹാപ്പി ആവത്തില്ല. അപ്പോൾ ഈ പറയുന്ന അൺഹാപ്പി എൻഡിങ് ഉള്ള ഗ്രീസിൽ ഡൈനീഷ്യസ് ദേവന്റെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഒരു കലാരൂപം ആളുകൾക്ക് വളരെ ഓപ്പൺ എയർ തിയേറ്ററിൽ വിസിബിളായിട്ട് പ്രദർശിപ്പിച്ചിരുന്ന കോമ്പറ്റേറ്റീവ് ഐറ്റമായിട്ട് മാറിയിരുന്ന ഈ കലാരൂപത്തിനെ അദ്ദേഹം അരിസ്റ്റോട്ടിൽ അനലൈസ് ചെയ്ത് കൊണ്ടിട്ടാണ് ട്രാജഡി എന്താണെന്നുള്ളതും എന്തൊക്കെ പ്രത്യേകത അതിന് ഉണ്ടായിരിക്കണം എന്നുള്ളതും കണ്ടെത്തിയിട്ടുള്ളത്. So what all things that we could find in this chapter, that is regarding the characteristics, the construction of a plot, and the characterization of tragic hero, or the structure of the plot, the different constituent parts, or we could say the elements of the drama or tragedy, ഇതെല്ലാം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് he had observed the different tragedies as well as comedies he had seen during his time in Athens. ഏഥൻസിൽ ഈ ഒരു ആർട്ടും ആർക്കിടെക്ചറൊക്കെ ഫ്ലറിഷായി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ട ട്രാജഡികളെ വെച്ചുകൊണ്ടാണ് എങ്ങനെ ആയിരിക്കണം ഒരു ഉത്തമമായിട്ടുള്ള ട്രാജഡി എഴുതേണ്ടത് എന്നുള്ള ഒരു അപഗ്രഥനം അദ്ദേഹം ഇവിടെ തരുന്നത്. സോ അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു യൂണിറ്റീസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഡെഫിനേഷൻ ഓഫ് ട്രാജഡി ആയിക്കോട്ടെ, അതൊക്കെ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വി ക്യാൻ സീ വെൻ ഇറ്റ് മൂവ്ഡ് ഓൺ ടു ബ്രിട്ടൻ, അവിടെയുള്ള ആളുകൾ ഇതൊക്കെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത്, പെർട്ടിക്കുലർലി ബെൻ ജോൺസന്റെ ഒക്കെ ഡ്രാമാസിൽ ഇത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് ഹിസ്റ്റോറിക്കലി അനലൈസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അരിസ്റ്റോട്ടിൽ താൻ കണ്ട കലയെ വെച്ച് മുൻനിർത്തിയിട്ടാണ് എങ്ങനെ ആയിരിക്കണം ഒരു ഉത്തമമായിട്ടുള്ള ട്രാജഡി, വിച്ച് ഷുഡ് അറോസ് വാട്ട് ഓൾ ഫീലിങ്സ്, പിറ്റി ആൻഡ് ഫിയർ, ദർബൈ ക്രിയേറ്റിംഗ് എ കഥാസിസ് ഇഫക്റ്റ്. ഒരു ക്ലെൻസിങ് ഇഫക്റ്റ് കൊടുക്കുന്ന വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പിറ്റിയും ഫിയറും എന്ന് പറയുന്ന രണ്ട് ഇമോഷനെ അറൗസ് ചെയ്യുന്ന ട്രാജഡി എങ്ങനെ രചിക്കാം, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് അദ്ദേഹം പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ കീൻ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് മറക്കരുത്. ഓക്കെ,
So we can go on to the very definition of tragedy. This is a definition that you have to take with you for your lifetime journey. Whenever or how long you may hold literature as your partner, you have to remember this particular definition that is about tragedy, or that is about a particular plot, particularly about a plot which has got a kind of unhappy ending. And we can analyze the different art form, especially the visual art forms that we see around us using this analysis or definition made by Aristotle. We can judge a serial, or we can judge a cinema, or we can judge a series, or any kind of narrative based on this definition given by him. What is the definition of tragedy, or what is tragedy according to Aristotle? Tragedy is an imitation of an action that is serious, complete, and of certain magnitude in language, embellished with each kind of artistic ornament, the several kinds being found in separate parts of the play, in the form of action, not of narrative, through pity and fear, effecting the proper purgation of these emotions. എന്താണ് ഇവിടെ പറയുന്നത്? ഒരുപാട് കാര്യങ്ങളെ വളരെ ഒരു ക്യാപ്സ്യൂളാക്കിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് അൺഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ വരുന്ന ഭാഗങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ട്രാജഡി? എന്താണ് ട്രാജഡിയെക്കുറിച്ച് അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാട്? ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കിതിനെ ബ്രേക്ക് ചെയ്ത് ബിറ്റ് ബൈ ബിറ്റ് വി ക്യാൻ നിബിൾ ഇറ്റ് ബിറ്റ് ബൈ ബിറ്റ്. So the first part shows what kind of thing is tragedy. Tragedy is an imitation of an action. ആക്ഷൻ്റെ ഇമിറ്റേഷൻ ആണ്. എന്താണ് ആക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്? സാധാരണ കവികൾ എന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ദേ ആർ ഇമിറ്റേറ്റിംഗ് ദ ലൈഫ് ദേ ആർ സീയിങ് അറൗണ്ട്. അവരുടെ ചുറ്റും കാണുന്ന ജീവിതത്തിൽ, ലിറ്ററേച്ചർ ആസ് എ ഹോൾ വി ക്യാൻ സീ ദാറ്റ് ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് ലൈഫ്. ചുറ്റും കാണുന്ന ജീവിതങ്ങളെ ഒക്കെ പകർത്തുകയാണ് സാഹിത്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു കവി, ഒരു കലാകാരൻ, അയാൾ എന്താണ് ചെയ്യുന്നത്? ചുറ്റും കാണുന്ന ആ ഒരു ലൈഫിനെ തൻ്റെ കലാസൃഷ്ടിയിലൂടെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹീ ഈസ് കൈൻഡ് ഓഫ് ഇമിറ്റേറ്റിംഗ് ദ ലൈഫ് അറൗണ്ട് ഹിം. സോ ദർ ഇസ് എ ലൈഫ് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് എൻ ആക്ഷൻ. Tragedy is an imitation of an action, something that is happening in the life. Life എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ആണുള്ളത്, അവിടെ മൂവ്മെൻ്റ് ഉണ്ട്. There is a kind of movement. And one more thing you have to note is that ഇവിടെ tragedy is an imitation of an action എന്ന് പറയുമ്പോൾ undertone ആയിട്ട് we can get the idea that epic, which was considered a much greater art for different philosophers of the same period, particularly his master Plato, who had considered epic superior than tragedy, whereas his pupil Aristotle had graded tragedy as superior to epic. ഗുരുവിന് ലിറിക്കായിട്ടുള്ള പോയട്രി ഇടകലർന്ന് വരുന്ന എപ്പിക്കിനെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടലിന് ട്രാജഡിയെയാണ് എപ്പിക്കിനെക്കാട്ടിലും ഹയറായിട്ട് ഗ്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസണാണ് ഈ ഫസ്റ്റ് പറയുന്ന ഫ്രേസിൽ കാണുന്നത്. ആ വേർഡിലൂടെ പ്രകടമാകുന്നത് ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. എപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാ? പുസ്തകത്തിലാണ്, അല്ലെങ്കിൽ ഓറലിയാണ്. അത് പാട്ട് പോലെയാണ്. അതിൽ എന്തില്ല? ആക്ഷൻ ഇല്ല. there is no kind of performance there. And drama or tragedy is meant for സ്റ്റേജിങ്, പെർഫോം ചെയ്യാനായിട്ടുള്ളതാണ്. നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലൈഫ് തട്ടിൽ കാണുകയാണ് ചെയ്യുന്നത്. രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. ഇപ്പോൾ റിയലിൽ കാണുന്നതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ കാണുന്നത്, സ്റ്റേജിൽ കാണുന്നത്. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇമിറ്റേറ്റിംഗ് ആൻ ആക്ഷൻ വിത്ത് ലൈഫ്, അല്ലേ, വിത്ത് എ ലൈഫ് ഇൻ ഇറ്റ്. So action, he means that all kinds of human activities, including deeds, thoughts and feelings, എല്ലാ തരത്തിലുള്ള മനുഷ്യൻ്റെ ആക്ടിവിറ്റീസും, എല്ലാ തരത്തിലും മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന
ക്രിയകളും എന്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു? ട്രാജഡിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അവന്റെ വിചാരങ്ങൾ, അവന്റെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ, അവന്റെ തോട്ട്സ് എല്ലാം എന്തിലൂടെ പ്രകടമാണ്? ട്രാജഡിയിലൂടെ പ്രകടമാണ്. ആൻഡ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സീരിയസ് ആക്ഷൻ ബിക്കോസ് it shows or it arouses the feeling of pity and fear. We had seen that the stories or the narrative that shows trivial actions of men, that is called as comedy. Silly ആയിട്ടുള്ള കാര്യങ്ങൾ, ലഘുവായിട്ടുള്ള കാര്യങ്ങൾ, മീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെ കോമഡി എന്നാണ് വിളിക്കുന്നത്. whereas those plays that exhibits graver spirits, വെരി സീരിയസ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ, പർഗേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലേസ്, അതെങ്ങനെയുള്ള പ്ലേസ് ആണ്? സീരിയസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. എ ടെയിൽ ഓഫ് സഫറിങ് ദാറ്റ് എക്സൈറ്റ്സ് പിറ്റി ആൻഡ് ഫിയർ. ആൻഡ് കംപ്ലീറ്റ് മീൻസ് ഇറ്റ് ഇസ് സെൽഫ് കണ്ടെയ്ൻഡ്. ഒരു നാടകം എന്ന് പറയുമ്പോൾ അതിൽ ഒരു എപ്പിക് എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി കഥയും കഥാപാത്രങ്ങൾ ഇങ്ങനെ ചുരുളഴിയുമ്പോൾ ഇങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ വരും. ബിക്കോസ് ഇറ്റ്സ് ലിമിറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്. വളരെയധികം എക്സ്പ്രസീവായിട്ട് എത്ര പേജസിൽ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന എപ്പിക് രചിക്കാം. അതേസമയം നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം എടുത്ത് കാണിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് ട്രാജഡിയെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ട്രാജഡി വർക്ക്സ് അണ്ടർ ടൈം ലിമിറ്റ്. ആ ടൈം ലിമിറ്റിൽ എന്തൊക്കെ എലമെന്റ്സ് പറയാനുണ്ടോ അതിനെയൊക്കെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാനായിട്ട് എന്തിന് സാധിക്കണം? ട്രാജഡിക്ക് സാധിക്കണം. വിത്ത് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ്. ഒരു തുടക്കവും ഒരു മിഡിൽ പാർട്ടും ഒരു എൻഡിങ്ങും അതിനുണ്ടായിരിക്കണം. ഇനി എന്താണ് ഈ ഒരു ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് എന്നുള്ളതും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ബിഗിനിങ്? ബിഗിനിങ് മീൻസ് ഇറ്റ് ഷുഡ് ടെൽ ദ ബേസിക് ഓർ വാട്ട് ഇസ് അബൌട്ട് ടു ഹാപ്പൺ എന്നുള്ളതിൻ്റെ ഏറ്റവും, എന്താണ് ഈ കഥ എന്നുള്ളതിൻ്റെ ഏറ്റവും ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് കിട്ടുന്നത് എന്തിൽ നിന്നാണ്? ആ കഥയുടെ സ്വഭാവം എന്താണ്? ആ കഥ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ ഒരു റൊമാൻറ്റിക് മൂവി ആണോ, അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറി ആണോ, ഒരു മെലോ ഡ്രാമയാണോ, അല്ലെങ്കിൽ ഒരു ഹൊറർ ഫിലിം ആണോ, അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവി ആണോ എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റത്തെ കുറച്ച് ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ കഥയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്തായിരിക്കും? അതിൻ്റെ ബിഗിനിങ് പാർട്ടിലായിരിക്കും. ഹീറോയുടെ എൻട്രി, ഹീറോയിൻ്റെ എൻട്രി, ഹീറോയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അച്ഛനമ്മ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്, വാട്ട് എവർ ഇറ്റ് ഈസ്. കഥയുടെ സ്വഭാവം എന്താണ് എന്നുള്ളതിൻ്റെ, എന്തിനെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത് എന്നുള്ളതിൻ്റെ, ആരൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതിൻ്റെ, ഏത് സെറ്റിങ്ങിലാണിത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഏത് ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും? ബിഗിനിങ് പാർട്ടിൽ കാണാനായിട്ട് സാധിക്കും. സോ എ ബിഗിനിങ് ഇസ് ദാറ്റ് ബിഫോർ വിച്ച് ദ ഓഡിയൻസ് ഓർ ദ റീഡർ ഡസ് നോട്ട് നീഡ് ടു ബി ടോൾഡ് എനിത്തിങ് ടു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റോറി. ആ ഒരു ബിഗിനിങ് കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസിന് എന്താണ് ഈ പറയുന്ന സംഭവം എന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിലായിരിക്കണം ഒരു ബിഗിനിങ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്ത വിധത്തിൽ പിന്നെയും വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ആ ഒരു ഡ്രാമ ഓർ ആ ഒരു ഫിലിം പോകുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബിഗിനിങ് ഇസ് നോട്ട് വെൽ കൺസ്ട്രക്റ്റഡ്. ഏതെങ്കിലും ഒരു ഭാഗം മോശമായാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ കൈൻഡ് ഓഫ് പ്രാക്ടീസ് ഇൻ അവർ കൺട്രി ഇൻ വിച്ച് വി ക്യാൻ സി ഇൻ്റർമിഷൻ ഇൻ മൂവീസിൽ നമുക്ക് ഇൻ്റർമിഷൻ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നമ്മൾ പറയും. സോ ഇറ്റ്സ് കൊളോക്കിയൽ ടു സേ ഇൻ ദ വ്യൂ പോയിന്റ് ഓഫ് എ വാച്ചർ, if you would say that okay first half okay ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗിങ് ആയിരുന്നു, ഓർ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗിങ് ആയിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫ് പൊരിച്ചു. സോ എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു കഥ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കഥയുടെ എല്ലാ എലമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കവും അതിൻ്റെ നടുക്കഷ്ണവും അതിൻ്റെ അവസാന ഭാഗവും എല്ലാത്തിനും തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ആ കഥയുടെ പ്ലോട്ട് വെൽ നിറ്റഡ് അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. സോ ഇവിടെ പറയുന്നത് ഇനി കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും മനോഹരമായിട്ട് കഥ എന്താണെന്ന് ഓഡിയൻസിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നായിരിക്കണം
എന്ത്, അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഇഫ് സംതിങ് മോർ ഇസ് റിക്വയർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ദാൻ ദ ബിഗിനിങ് ഗിവ്സ്, ദ ബിഗിനിങ് ഇസ് അൺസാറ്റിസ്ഫാക്ടറി. അപ്പോൾ ഇനിയും എക്സ്ട്രാ പറഞ്ഞ എന്തിപ്പോൾ നടന്നേ എന്ന രീതിയിൽ ഫസ്റ്റത്തെ കുറേ ഭാഗം കഥ പോവുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബിഗിനിങ് ഇസ് unsatisfactory. From it follow events that would not follow otherwise, that the constitute. ഈ ബിഗിനിങ്ങിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മിഡിൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ മിഡിൽ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് ഏതൊരു കഥയുടെയും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയായിരിക്കും? മിഡിൽ പാർട്ടിലായിരിക്കും. ബേസിക്കലി ഇൻ ദ ബിഗിനിങ് പാർട്ട് ഒരു പ്രോബ്ലം we can discuss it in detail when we analyze the structure of the plot. Anyway, ഒരു ജസ്റ്റ് ഹിൻറ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രാജഡിയുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ദർ വിൽ ബി എ കൈൻഡ് ഓഫ് എക്സ്പൊസിഷൻ ഇൻ വിച്ച് ദ സ്റ്റോറി ആസ് വെൽ ആസ് ദ ക്യാരക്ടർ ഓർ കൈൻഡ് ഓഫ് ഇഷ്യൂ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു കഥ തുടങ്ങുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരെയും കഥ നടക്കുന്ന സ്ഥലവും കഥ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിനുശേഷം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു പ്രോബ്ലം എറൈസ് ചെയ്യുന്നു അവിടെ. ഒന്നുകിൽ നാട്ടിലാവാം, അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിലാവാം, ചിലപ്പോൾ ഒരു വീട്ടിലാകാം, ചിലപ്പോൾ ഒരു പാലസിലാവാം. wherever it is, ഒരു പ്രോബ്ലം പെട്ടെന്ന് അവിടെ വന്ന് പെടുന്നു. അങ്ങനെ ആ പ്രോബ്ലം മെല്ലെ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഗോ ഓൺ rising and rising. So the comes a kind of rising action, a kind of tying note. പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് അങ്ങ് അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ളൊരു ഹൈറ്റിലത് എത്തുന്നു, അതിൻ്റെ ജെനിത്തിലത് എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും സംതിങ് വുഡ് ഹാപ്പൻ. ഒന്നുകിൽ ആരുടെയെങ്കിലും മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചറിവോ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് മേ ഒക്കെ ആസ് പെർ ദ സ്റ്റോറി. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഉണ്ടായ ഓരോരോ പ്രശ്നങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് സോ there we could see a kind of falling action. അപ്പം ഇങ്ങനെ ഒരു ഫോളിങ് ആക്ഷനിലൂടെ നടന്ന സംഭവങ്ങളൊക്കെ മെല്ലെ അതിൻ്റെ കുരുക്കുകളൊക്കെ കഴിഞ്ഞ് അവസാനം എന്ത് സംഭവിക്കുന്നു? ട്രാജഡി ആയതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ഒരു ഹാപ്പി എൻഡിങ് കാണത്തില്ല. ഇറ്റ് വിൽ എൻഡ് ഇൻ എ കൈൻഡ് ഓഫ് അൺഹാപ്പി എൻഡിങ്. അപ്പോൾ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ താങ്ങാനാവാതെ അതിലാരെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ദേഷ്യം കൊണ്ടൊരു കൊലപാതകം നടക്കുകയോ തമ്മിൽ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് എൻഡിങ് പാർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 തട്ടിലായിട്ടാണ് ഈ കഥയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ അരിസ്റ്റോട്ടിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബിഗിനിങ് എന്ന് പറയുന്നത് what that tells about a story, and middle part one that follows the beginning, in which we could see all those kinds of crucial elements in a story, and ending part എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു, പക്ഷെ അതോടൊപ്പം തന്നെ അത് വരുത്തി വെക്കുന്ന കുറച്ച് നഷ്ടങ്ങളും, പെർട്ടിക്കുലർലി ആരുടെയെങ്കിലുമൊക്കെ മരണമോ അത്തരത്തിലുള്ള പ്രോബ്ലംസിലൊക്കെ ആയിരിക്കും. ഒരു അൺഹാപ്പി ആയിട്ടായിരിക്കും, ബാക്കിയെല്ലാം സോൾവ് ആവും, പക്ഷെ അപ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ തരത്തിലായിരിക്കും അത് എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇറ്റ് വോണ്ട് ബി ഹാവിങ് എ കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ്. So, if any play, the beginning can be put in the middle or at the end, or the middle at the beginning or the end, or the end at the beginning or in the middle, the action or plot is not complete or one whole, but haphazard or loose. Completeness implies organic unity or a natural sequence of events that cannot be disturbed. നമുക്കറിയാം, ഇന്ന് നാടകങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് സിനിമകൾ കാണുമ്പോഴോ ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ. ചിലപ്പോൾ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നിന്നായിരിക്കും കഥ തുടങ്ങുന്നത്, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലാഷ് ബാക്ക് പോലെ ഫ്രണ്ടിലേക്ക് വരുന്നത് കാണാനായിട്ട്. ആദ്യം കഥയുടെ തുടക്കം എങ്ങനെയായിരുന്നു അവസ്ഥ എന്നുള്ളതിലേക്ക് പോകുന്നത് കാണാം. ചിലപ്പോൾ ചിലതാണെങ്കിൽ ഫ്ലാഷ് ബാക്കും പാസ്റ്റും പ്രസന്റും മാറ്റിമറിച്ച് കാണിച്ചു കൊണ്ടുപോകുന്ന സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു റിവേഴ്സൽ ഓർഡറിലൊക്കെ. സോ ഇത് ഇന്നത്തെ കാലത്ത് നൂതനമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വളരെ ഒരു എക്സ്പെരിമെൻ്റൽ എന്ന രീതിയിൽ ഒത്തിരി കാണാൻ സാധിക്കുമെങ്കിൽ അന്നത്തെ കാലത്ത് അതൊരിക്കലും ആക്സെപ്റ്റഡ് ആയിരുന്നില്ല, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലിമിറ്റഡ് റിസോഴ്സസ്.
സോ അരിസ്റ്റോട്ടിൽ ഇവിടെ പറയുന്നത് ഒരിക്കലും ബിഗിനിങ് വരേണ്ടടുത്ത് മിഡിൽ വരേണ്ടടുത്ത് എൻഡോ അല്ലെങ്കിൽ എൻഡ് വരേണ്ടടുത്ത് ബിഗിനിങ്ങോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പ്ലോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ബിഗിനിങ് എവിടെയാണോ ആ ഭാഗത്ത് തന്നെ ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആ ഒരു പ്ലേസ്, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെ ഫോളോ ചെയ്ത് വരുന്ന ഭാഗം മിഡിലായിട്ട് കൺസിഡർ ചെയ്യുക, ആൻഡ് അവസാനത്തെ ഭാഗം എൻഡായിട്ട്. അങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡർ, ദർ ഷുഡ് ബി എ നാച്ചുറൽ സീക്വൻസ് ഓർ എ കൈൻഡ് ഓഫ് ക്രൊണോളജി ഷുഡ് ബി ഫോളോഡ് വൈൽ കൺസ്ട്രക്ടിങ് ദ പ്ലോട്ട് എന്നുള്ളതാണ് കംപ്ലീറ്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. And we can move on to the next part that is called as and of a certain magnitude. എന്താണ് മാഗ്നിറ്റ്യൂഡ്? പെർട്ടിക്കുലർ ലെങ്ത് അല്ലേ, അതിൻ്റെ നീളം. ഇപ്പം ട്രാജഡിയുടെ ലെങ്ത്തിനെ കുറിച്ചും ഇവിടെ അരിസ്റ്റോട്ടലിന് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്ത് കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത്? വളരെ സൈക്കോളജിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് അരിസ്റ്റോട്ടൽ ഇവിടെ പോയിന്റ് പറയുന്നത്. റീസണബിൾ ലെങ്ത് ഓർ സൈസ് ഇസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് ബ്യൂട്ടി. സി, ഇവിടെ നമുക്ക് ഗ്രീക്കിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ മൈൻഡ് ഓർ they are the people who had created wondrous architecture in the beginning of any civilization in the world. അപ്പം അത്രയും മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ they would have thought about the proportions of it. ഈവൺ അതിൽ സ്റ്റാച്യൂസിൻ്റെ നിൽപ്പിനൊക്കെ വരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പോസിങ് തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നു, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ പ്രപ്പോർഷൻ പെർട്ടിക്കുലർലി. സോ വി കുഡ് സീ ദാറ്റ് നമ്മൾ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അതേ ഒരു റെപ്ലിക്ക ആയിട്ടാണ് അവർ സ്റ്റാച്യൂസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശദമായിട്ട് തന്നെ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന പലതിനെയും അവർ പഠിച്ച് അതിനെ അതുപോലെ തന്നെ പകർത്താനായിട്ടും ആ പ്രപ്പോർഷൻ കലയിൽ കൊണ്ടുവരാനായിട്ടും ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് കണ്ണും മൂക്കും ഒക്കെ, മുഖം ഇരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് അത് വ്യക്തമായ രീതിയിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ആ ഒരു ബ്യൂട്ടിയെ തന്നെ അതങ്ങ് ഒരു ഹാബസാർഡായിട്ട് മാറ്റിക്കളയും, അത് ഡിസാസ്ട്രസ് ആയിട്ട് തോന്നും, അതിനെ സ്പോയിൽ ചെയ്ത് കളയും. സോ ഹിയർ ഹി സേസ് ദാറ്റ് whatever it is, if you are watching a film, if you are reading a poem, or if you are reading a story, or if you are listening to a lecture, whatever it is, a reasonable length is very much important. കാരണം എന്താണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. A beautiful creature or object is neither too long nor too short, but just in proportion. ഒരു ഭംഗിയുള്ള വസ്തു ഒരിക്കലും ഒരുപാട് നീളമുള്ളതോ ഒരുപാട് കുറിയതോ ആയിരിക്കില്ല, അതിനതിൻ്റേതായിട്ടുള്ളൊരു പ്രപ്പോർഷൻ ഉണ്ടായിരിക്കും. എന്താണോ ആ വസ്തുവിൻ്റേതായിട്ടുള്ളൊരു പ്രപ്പോർഷൻ അതിന് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് സെയിം ആസ് വിത്ത് ട്രാജഡി. എ ട്രാജഡി ഷുഡൻറ്റ് ബി ടു ലോങ് ഓർ നോർ ടു ഷോർട്ട്. ട്രാജഡി ഒരിക്കലും ഒരുപാട് നീളമുള്ളതോ ഒരുപാട് ചെറുതോ ആയിത്തീരാനായിട്ട്, തീരെ ചെറിയൊരു പ്ലേയോ ഒരുപാട് ദൈർഘ്യമുള്ളൊരു പ്ലേയോ ആയിട്ട് മാറാനായിട്ട് അദ്ദേഹം അനുവദിക്കുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ഇഫ് ഇറ്റ് ഈസ് ടു ഷോർട്ട്, ദ മൈൻഡ് വിൽ മിസ് മെനി തിങ്സ് ഇൻ ഇറ്റ് ടു കോംപ്രിഹെൻഡ് ഇറ്റ് ഫുള്ളി, ആൻഡ് ഇഫ് ടു ലോങ്, the mind with its limited perspective cannot take in all the events within the time required by the story. In Aristotle's own words, it should be of a length which can be easily embraced by the memory. മെമ്മറിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ലെങ്ത് വേണം എന്തിന് കൊടുക്കാനായിട്ട്? ഈ പറയുന്ന പ്ലോട്ടിന് നിങ്ങൾ, പ്ലേക്ക് നിങ്ങൾ, ട്രാജഡിക്ക് നിങ്ങൾ കൊടുക്കാനായിട്ട്. ടു ഷോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡിന് എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കുഡിൻ കോംപ്രിഹെൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി. ടു ലോങ് ആയി കഴിഞ്ഞാലോ വാട്ട് വിൽ ഹാപ്പൻ? ദ മൈൻഡ് വിൽ മിസ് മെനി തിങ്സ്. കുറേ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് മറന്നുപോകും, പിന്നെ പറഞ്ഞത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ നിൽക്കുള്ളൂ. സോ ഓർമ്മ, മെമ്മറി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ മെമ്മറിക്ക് എംബ്രേസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള എലമെൻറ്റ്സ് മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ, ട്രാജഡിയിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓർ എനി വർക്ക്, whatever it is. Aristotle had applied or had spoken about tragedy, but we know that it is an elaborated work on literary theory which can be applied to all sorts of literary works. ഏതൊരു ലിറ്റററി വർക്കിനും ഇത് ആപ്ലിക്കബിൾ ആണ്, വെദർ ഇറ്റ് ഇസ് പോം ഓർ പ്രോസ് ഓർ ഡ്രാമ ഓർ എസ്സേ ഓർ നോവൽ.
ഫിക്ഷൻ, whatever it is. എന്താണെങ്കിലും അതിനൊരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ലെങ്ത് വേണം. അതാണ് certain magnitude എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But it should have a length enough to unfold its sequence of events, the beginning, the middle and the end, naturally and fully. ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ വേണം. ബിഗിനിങ്ങിന് ഇത്ര ലെങ്ത്, മിഡിലിന് ഇത്ര ലെങ്ത്, അതുപോലെ തന്നെ എൻഡിങ്ങിന് ഇത്ര ലെങ്ത്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫോർമേഷനായിട്ട് അതിനെ മാറ്റി തീർക്കണം. ഒന്നും എവിടെയും മുഴച്ചു നിൽക്കരുത്. ബിഗിനിങ്ങിന് ഒരുപാട് ടൈം, എൻഡിങ് വളരെ പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നരുത്. എല്ലാം ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. ആൻഡ് ഇറ്റ് ഷുഡ് എംബ്രേസ് ദ മെമ്മറി. In language embellished with each kind of artistic ornament, the several kinds being found in separate parts of the play, in the form of action, not of narrative, through pity and fear effecting the proper purgation of these emotions. ഇതിൽ പിറ്റി ആൻഡ് ഫിയർ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, ആദ്യത്തെ പോയട്രിയുടെ ഒബ്സർവേഷൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ട്രാജഡി ഷുഡ് അറോസ് ദ ടു ഇമോഷൻസ്, ദാറ്റ് ഇസ് പിറ്റി ആൻഡ് ഫിയർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിവിടെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല. ഇറ്റ് ഷുഡ് എൻഡ് ഇൻ കഥാസിസ് ഇഫക്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഹി സേസ് അബൌട്ട് ദ ആർട്ടിസ്റ്റിക് ഓർണമെന്റ് ആൻഡ് ഫോം ഓഫ് ആക്ഷൻ. ആർട്ടിസ്റ്റിക് ഓർണമെന്റ് മീൻസ് ദ റിതം, ഹാർമണി ആൻഡ് സോങ് which are employed not altogether but as occasion demands. ഒരു പ്ലേ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം നമ്മൾ കാണുമ്പോൾ അതിലെ വളരെ നിശബ്ദമായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പല രംഗങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിലെ ഏറ്റക്കുറച്ചിലുകൾ, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ വി വോണ്ട് സ്പീക്ക് ഇൻ എ കൈൻഡ് ഓഫ് മൊണോട്ടണസ് ടോൺ. വി വുഡ് raise our pitch as well as low our pitch according to the need. എന്താണോ പറയേണ്ടത്, അപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് അവിടെ എത്തുമ്പോൾ നമ്മൾ ശബ്ദം ഉയർത്തുകയും, നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കീ പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ ശബ്ദം കുറച്ചൊക്കെ ഇട്ടാവും നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ളതുപോലെ തന്നെ ഒരു പ്ലേ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കാനായിട്ട് ദർ നീഡ് മ്യൂസിക് ഓർ സോങ് ഓർ വി കുഡ് സേ rhythm and harmony which can be used to develop some parts. ചില ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വല്ല ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെ വരുമ്പോൾ അതിനെ ഹൈറ്റൻ ചെയ്യിക്കാൻ, ആ ഒരു ഇമോഷൻ എടുത്ത് കാണിക്കാൻ വൺ ക്യാൻ ഇൻകോപ്പറേറ്റ് song or rhythm to that particular part. They are designed to enrich the language of the play to make it as effective in its purpose as possible. See, this rhythm, harmony and song means not only the song but also the language used by the ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. അതിലെ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്ന ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, അവരുടെ സംഭാഷണങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഭംഗിയും കൂടെ അതിലെ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്, വെരി ബ്യൂട്ടിഫുൾ, വെരി ഡെക്കറേറ്റീവ് ലാംഗ്വേജ്. ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ദൃശ്യത്തെയോ ഒക്കെ വർണ്ണിക്കുമ്പോൾ അത്രയും രസകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വർണ്ണിക്കാനായിട്ടൊരു റൈറ്റർക്ക് കഴിഞ്ഞിരിക്കണം. ത്രൂ വാട്ട് മീഡിയം? ത്രൂ ദ ഡിസ്കോഴ്സ് ഓഫ് ലാംഗ്വേജ്. ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ, നോട്ട് ഓഫ് നറേറ്റീവ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതേ പോയിന്റ് തന്നെയാണ്. ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ, നോട്ട് ഓഫ് നറേറ്റീവ്. ആസ് വി കുഡ് സീ ദാറ്റ് ദർ കംസ് എ കൈൻഡ് ഓഫ് കമ്പാരിസൺ വിത്ത് എപ്പിക്. എപ്പിക് എങ്ങനെയുള്ളതാണ്? അത് റിട്ടൺ ആയിട്ടുള്ളതാണ്, മെൻറ്റ് ഫോർ റീഡിങ്. whereas ട്രാജഡി ഇറ്റ് ഇസ് മെൻറ്റ് ഫോർ പെർഫോമൻസ്. അവിടെയാണ് അരിസ്റ്റോട്ടിൽ ട്രാജഡിയെ എപ്പിക്കിനെക്കാട്ടിലും ഹയർ ആയിട്ട് റാങ്ക് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ കാണുന്നത്. ദർ ഇസ് ലൈഫ് ഇൻ എപ്പിക് ആസ് വെൽ ആസ് ഇൻ ട്രാജഡി, ബട്ട് ദിസ് ലൈഫ് ഇസ് പാസീവ് ഇൻ എപ്പിക് whereas it is active in a tragedy. നമ്മൾ ജീവിതം വായിക്കുകയാണെങ്കിൽ ജീവിതം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് എവിടെ? ട്രാജഡിയിൽ. We could see the life of different people while reading, whereas we could experience how they feel, how they weep, how they get emotional while seeing a tragedy. So it is meant by in the form of action, not of narrative. That means not of epic. It is in the form of action.
ലിവിങ് ആൻഡ് മൂവിങ് ക്യാരക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ട്രാജഡിയിലെ കഥ പറയുന്നത്. അവിടെ എപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് സ്പീക്കർ, അത് എഴുതിയിരിക്കുന്ന പോയറ്റാണ് അതിലെ സ്പീക്കറെങ്കിൽ ഇവിടെ ഒരു പ്ലേ റൈറ്റിൻ്റെ ഡിഫറെൻറ്റ് മൗത്ത് പീസായിട്ട് വരുന്നത് അതിലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. And we could see that in the narrative, in the epic, we could see the poet, whereas in a drama or in a play, we couldn't find the playwright. അവിടെ നമ്മൾ കാണുന്ന ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെയാണ്, ആ ക്യാരക്ടേഴ്സൊക്കെയാണ് ഈ പ്ലേ റൈറ്റിൻ്റെ മൗത്ത് പീസസ് ആയിട്ട് മാറുന്നതെങ്കിൽ പ്ലേ റൈറ്റിനെ എവിടെയും കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം ഒരു എപ്പിക് ആണെങ്കിൽ we could see the presence of or we could see the very speaker will be the poet of that particular എപ്പിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഈ ഒരൊറ്റ ഡെഫിനേഷനിലൂടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു പോകുന്നത്. ട്രാജഡി ഇസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ that is serious. That means all kinds of action, human thoughts, human deeds, his activities, feelings, everything, as well as it is serious. It speaks about the noble life or of the graver spirits and all that. And it should be complete with a beginning, middle and end, and beginning or middle and end. It shouldn't be replaced. There should be a chronological order in it. There should be a sequence in it, a kind of natural sequence, and with a certain magnitude which shows that it should be of a proportional length. Because if a tragedy shouldn't be too long, it shouldn't be too short. If it is too long, the mind would miss many things. If it is too short, the mind couldn't comprehend all the things completely. So it should be of a kind of proportionate length, because all beautiful things have got a kind of proportion in it. And considering the language embellished with that part, the writer or Aristotle want to speak about the language used in the drama or in the tragedy, about the songs as well as the verse made by the characters പറയുന്ന ഡയലോഗുകളിലെ ഭാഷയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഹാർമോണിയസ് ആയിട്ടുള്ള റിതം ഓർ സോങ്സ് ആർ ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ഇഫക്റ്റ്, a kind of dramatic effect in the while showing a tragedy. And the last part, that is about the narrative in the form of action, not of narrative, which means that it is in the form of action, not like epic in which life is passive. Here it is, life is very much active. And through pity and fear, by arousing the proper purgation of these emotions while seeing a tragedy, one should get rid of all the alien matter in his soul and should be purified, should get purgated. ശുദ്ധീകരിച്ച് മനസ്സൊക്കെ ശാന്തമായിട്ട് എല്ലാം ഒഴുക്കിക്കളഞ്ഞ് ചാനലൈസ് ചെയ്തിട്ട് വേണം ഒരു പ്ലേ കണ്ടിറങ്ങുന്ന ഓരോ വ്യക്തിയും പോവാനായിട്ട്. We can continue with the next part regarding tragedy itself in our next classes. So read these portions very well, go through the textbook. We can meet in the next class. Till then, all of you be safe. Take care. Bye.